ഇതാണ് ബിന്ദു ചക്കി തന്നെ അല്ലേ? ഉഷാറായിട്ടുണ്ട്. കാലിന് ചെറിയ പരിക്കലുണ്ട്, അതിന് വന്നാലും നല്ല ക്ലിയറായി. ആള് നല്ല റെഡിയായി കുട്ടപ്പനായിട്ടുണ്ട്. ഇന്നലെ കണ്ടാളി ഇന്ന് കണ്ടാളി നിങ്ങൾ നോക്കിയാട്ടെ നല്ല ഉഷാറാനായി. മീനെല്ലാം കൊടുത്ത് മീനെല്ലാം ഏടുന്നെല്ലാം കൊണ്ടുവന്നാ മീൻ കിട്ടായിട്ട് ഇപ്പം മഴയായതുകൊണ്ട് മീൻ വരുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ എടിലോ പോയി തപ്പി പിടിച്ചുകൊണ്ടെന്ന് പിന്നെ അയൽക്കാരെല്ലാം ഇങ്ങനെ ഒരു സാധനത്തിനെ കണ്ടുകൊണ്ട് അതിന് കൊണ്ടു തന്നിട്ടുണ്ട് മീൻ. നമ്മളെ സിബിയും അതെല്ലാം മീൻ കൊണ്ട് തന്നിട്ടുണ്ട്. ആൾ നല്ല ഉഷാറായി. അപ്പം നമുക്കിതിനെ തുറന്നു വിടണം. നമുക്ക് ഒരിക്കലും ഇതിനെ കൂട്ടിലടച്ചിട്ട് വളർത്താനേ പറ്റില്ല. ഇവർ നമ്മളെ പുറലോകമായിട്ട് ചുറ്റിക്കറങ്ങി നടന്ന് ഇര പിടിച്ചിട്ട് ജീവിക്കേണ്ട ആൾക്കാരാണ്. അപ്പം നമ്മളെ ഇവരെ കൂട്ടിലൊന്നും ഇട്ടിട്ട് വളർത്താൻ പറ്റില്ല. അപ്പം നമ്മളെ ഒരു ദൗത്യം എന്ന് പറയുന്നത് അപകടത്തിൽ പെട്ടിട്ട് കിടക്കുന്ന ആ ഒരു പക്ഷീനെ നമ്മൾ പിന്നെ ശുശ്രൂഷിച്ച് റെഡിയാക്കി അതിന് പറക്കാൻ കഴിയുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ പുറത്ത് വിടുകയെന്നാണ്. അപ്പം നമുക്ക് ഇവനെ നമുക്ക് പുറം ലോകമായിട്ട് വിട്ടേക്കാം അല്ലേ സാനി? നമുക്ക് തോട്ടിൻ്റെ അരക്കൊന്ന് വീണിട്ട് പരുന്ത് പിന്നെ നല്ല അവശനയിൽ മഴയെല്ലാം കൊണ്ട് നല്ല ഇതെല്ലാം മൊത്തം നനഞ്ഞ് ഇതായിട്ടാണെന്നുണ്ടായിന്. അപ്പോൾ അത് നല്ല അവശനിലയിലാണ് നമുക്കതിന് കിട്ടീന്. നമ്മളതിന് ഇവിടെ കൊണ്ടുവന്നിട്ട് കൂട്ടിലിട്ടിട്ട് ചൂടെല്ലാം കൊടുത്ത് മത്സ്യത്തിൻ്റെ തലയോ ഇതെല്ലാം മുറിച്ചിട്ട് വായിലിട്ട് കൊടുത്തിട്ട് നല്ലോണം തിന്നിന്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട്. നമുക്കതിനെ പുറത്തേക്ക് വിടാൻ വേണ്ടി നോക്കാം. പോകുന്നുണ്ട് പോയിക്കോട്ടെ, പറക്കുന്നത് നോക്കാം. ഇങ്ങനെയാ ഇതെല്ലാം സാനിക്കെല്ലാം ഇപ്പോൾ അത്യാവശ്യം ട്രെയിനിങ് ആയി. കാരണം ഇങ്ങനെ ഓരോന്ന് വരുന്നത് കൊണ്ട് പിന്നെ അത്യാവശ്യം ട്രെയിനിങ് ആയിട്ടുണ്ട്. ആള് പറന്നിട്ട് രക്ഷപ്പെടേണ്ട പരിപാടിയിലാണെന്നുള്ളത്. നമുക്ക് മീനെല്ലാം കൊടുത്തിട്ട് ഒന്ന് ഉഷാറാക്കിയിട്ട് വിടാം. അപ്പോൾ ആളിപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. മീനെല്ലാം വാങ്ങി കയ്യിൽ നിന്ന് തന്നെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വന്നപ്പാട് മീനും ഒന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ ആളെ കാണുമ്പോൾ പേടിയായിട്ടും എല്ലാം ഭയങ്കര ഇതിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് മീനെല്ലാം കൊടുത്ത് അത്യാവശ്യം നന്ന കുഞ്ഞല്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്ന് തുറന്നു വിടാനുള്ളൊരു ശ്രമം നടത്തി നോക്കാം. മീനും കൂടി കൊടുത്തിട്ട് കഴിക്കുന്ന പരുന്ത് നല്ലൊരു ഇണങ്ങുന്ന ജീവിയാണെന്നാണ് പറയുന്നത് കേട്ടോ. കാരണം കുറേ വീഡിയോയിലെല്ലാം കണ്ടിരുന്നു. പക്ഷേ നമ്മൾ ഇതുവരെ അങ്ങനെ ഇണക്കിയിട്ട് ഇതാക്കാൻ നോക്കിയില്ല. കാരണം ഇവരെല്ലാം ആകാശത്ത് പറന്ന് നടക്കേണ്ട ആൾക്കാരല്ലേ. നമ്മളെ പിന്നെ കൂട്ടിൻ്റെ ഉള്ളിൽ ഇവരാക്കാൻ പറ്റില്ല. കഴിച്ച് മതിയായിട്ടുണ്ടാവും. കാരണം ഇന്നലെ മുതലേ നല്ലോണം മീൻ ആൾക്ക് കിട്ടീന്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ചോറിന് കിട്ടിയാ. അപ്പോൾ ആൾ നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് ഇയാളെ ലോകത്തേക്ക് തന്നെ വിടാം. ഞാൻ ഇന്നലെ കണ്ടിട്ട് വെച്ചാൽ വളരെ ചെറിയ കുഞ്ഞാണെന്ന്. പക്ഷേ വളരെ ചെറിയ കുഞ്ഞല്ല, പറക്കാനായിട്ടുണ്ട്. അപ്പം പിന്നെ വേറെ ഇനി വീടിന്ന് കൂട്ടുന്ന പുറത്തേക്ക് വിടൽ കുറച്ച് പണിയാണ്. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. ഇതാ ഒരു കൊള്ളി കഷ്ടിങ് ഉണ്ട്. നമുക്ക് നല്ല തട്ടി പുറത്തേക്ക് ആക്കാൻ. അവിടെ നിന്നിട്ട് മീൻ തിന്നണമെങ്കിൽ തിന്നിട്ട്. ആടെ ഒരു മീൻ നേരത്തെ വീണ് പോയത് കണ്ടിട്ടുണ്ട്. മീനിൻ്റെ മണടിച്ചിട്ട് നമ്മളെ പൂച്ചക്കുട്ടൻ വന്ന് നിൽക്കുന്നുണ്ട്. ആള് മീനെല്ലാം അതിന് വെച്ച് മീനതാ പൂച്ച കടിച്ചോണ്ട് വന്ന് നോക്കുന്നു. ഒന്ന് പൂച്ച കൊടുത്ത സാനി പാവം വിശന്നിട്ട് വന്നിയല്ലേ. കുറേ സമയം ചുറ്റിപ്പറ്റി നടക്കുന്നു. അതിനും മക്കളില്ലേ, മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കടിച്ചു കൊണ്ടുപോകുന്നതാണ്. വീടിന്റെ മുകളിലാണ്. ഓക്കെ, അപ്പം എന്നാൽ പിന്നെ
സംഭവം ആള് പറക്കാനായില്ല ബിന്ദു. നമുക്ക് ഇന്ന് വിടണ്ട എന്തായാലും. അപ്പോൾ നീ ഒരു കാര്യം ചെയ്ത് തിരിച്ച് കൂട്ടിലേക്ക് തന്നെ ആയിക്കോ. കുറച്ചും കൂടി ഒരു ഉഷാറാവട്ടെ. അപ്പോൾ നല്ല ഉഷാറായിട്ട് കണ്ടതുകൊണ്ട് നമ്മളൊന്ന് പുറത്തേക്ക് വിട്ടു നോക്കിയാന്ന്. പക്ഷേ ആള് നല്ല രീതിയിൽ പറക്കാനായിട്ട. എന്തായാലും കുറച്ച് ദിവസം കൂടി റെസ്റ്റ് എടുത്തിട്ട് പിന്നെ കുറച്ചും കൂടി നല്ല ഉഷാറായിട്ട് പറന്നോട്ടെ. കാലിനെന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്, ഒരു വിരലിനെന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലിയർ ആയിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് സാവധാനം പോട്ടെ. അപ്പോഴത്തേക്കൊന്ന് നല്ലോണം ഒന്നും കൂടി ഹെൽത്തി ആവട്ടെ. അല്ല ആളിപ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട്, എന്നാലും പറക്കാനുള്ള ആ ഒരു ഇത് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മളെ കൂട്ടിലേക്ക് തന്നെ വിടാം. ഒരാഴ്ചയായി തോന്നുന്നു പിന്നെ നമ്മളെ തോട്ടിൻ്റെ കരക്ക് മഴയിൽ അവശനായിട്ട് ഭക്ഷണമൊന്നും കിട്ടാണ്ട് 2-3 ദിവസം പെരും മഴയായതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിൽ നിലത്ത് വീണ് കിടക്കുന്ന ഒരു പരുന്തിൻ്റെ കുട്ടീനെ കിട്ടീനാണ്. നമ്മളെ തൊട്ടടുത്തുള്ള അയാന് വന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ കൂട്ടിയിട്ട് ഇവിടെ പിന്നെ കൊണ്ടാക്കി ഭക്ഷണവും വെള്ളം എല്ലാം കൊടുത്ത് ബൾബെല്ലാം വെച്ച് ചൂടാക്കി കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ട് നമ്മൾ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇപ്പം നല്ല ഉഷാറായി. നമ്മൾ അതിലിടയ്ക്ക് ഒരു ദിവസം വിട്ടു നോക്കിയിരുന്നു, പക്ഷേ പോയിട്ടില്ല, പറക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പം കുറേശ്ശെ കൂട്ടുന്നെല്ലാം പറക്കുന്നെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അതിനെ സ്വതന്ത്രനാക്കണം. കാരണം നമുക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു കൂട്ടിലേക്ക് നമ്മൾ പരുന്തിനെ വളർത്താൻ പാടില്ല. അപ്പോൾ നമുക്ക് അവനെ സ്വതന്ത്രനാക്കാൻ നോക്കാം. ഇപ്പം തന്നെ പറന്ന് ഇറച്ചിയൊക്കെ കയറിയിട്ടുണ്ട്. അത് നല്ല ഉഷാറായിട്ടുണ്ട്. രാവിലെ തന്നെ മീനെല്ലാം കൊടുത്ത് കഴിച്ചിട്ടാ ഉള്ളത്. കൊത്തണ്ട ഇതിനെ രക്ഷിക്കാൻ വേണ്ടിയില്ല, അതിനെ പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ ലോകത്തേക്ക് വിടാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ മേലെ കയറിക്കോ. നിന്നെ ഉപദ്രവിക്കാനല്ല, നിന്നെ രക്ഷിക്കാനാണ്. പൂച്ച പൂച്ച നോക്കിക്കോളാ. പറഞ്ഞോ. ആ ഓക്കെ. ആ നമ്മൾ മതിലിൻ്റെ മേലെ പോയിരുന്നിട്ടുണ്ട്. ആള് അത്യാവശ്യം നല്ല രീതിയിൽ പറക്കാനെല്ലാം തുടങ്ങിയിട്ടുണ്ട്. പറന്നിവിടെ വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ ആളെ ഹെൽത്തെല്ലാം നല്ല ഉഷാറായിട്ടുണ്ട്. കാരണം ഒരാഴ്ചയായിട്ട് നല്ല ചിക്കൻ്റെ വേസ്റ്റും പിന്നെ അതേപോലെ മീനും എല്ലാം ആയിട്ട് നല്ലോണം കൊടുത്ത് ആൾ നല്ല ഉഷാറായി. കൊണ്ടുവരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും വിചാരിച്ചില്ല അത് ബാക്കിയാവുന്ന. വീഡിയോ കണ്ട പലരും എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അത് ബാക്കിയായിരുന്നു. പക്ഷേ നല്ല ഉഷാറായിട്ടുണ്ട്. കാലിന് ചെറിയ പരിക്കലും ഉണ്ടായിരുന്നു, എന്നാലും നല്ല ക്ലിയറായി. അപ്പം ബായ്.